മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ ഇ വിറ്റാര ഡിസംബറിൽ പുറത്തിറങ്ങും. ഗുജറാത്തിൽ നിർമ്മിക്കുന്ന ഈ ഇലക്ട്രിക് എസ്യുവിക്ക് പ്രാരംഭഘട്ടത്തിൽ 500 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ ഇ വിറ്റാരയ്ക്കായുള്ള കാത്തിരിപ്പ് ഡിസംബറിൽ അവസാനിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിലെ സാമ്പത്തിക ഫലങ്ങളുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിനിടെ കമ്പനിയുടെ എംഡിയും സിഇഒയുമായ ഹിസാഷി ടക്കേച്ചി ഈ വിവരങ്ങൾ പങ്കുവച്ചു. ഈ വർഷം ആദ്യം ഈ ഇലക്ട്രിക് എസ്യുവിയുടെ വില പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബാറ്ററി വിതരണവും സോഫ്റ്റ്വെയർ വെല്ലുവിളികളും ആവർത്തിച്ചുള്ള കാലതാമസത്തിന് കാരണമായി. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശിപ്പിച്ച് ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷമാണ് മാരുതി ഇ വിറ്റാര ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. ആഗോള വിപണി ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇ വിറ്റാരയുടെ കയറ്റുമതി ആരംഭിച്ചിട്ടുണ്ട്. ഇ വിറ്റാരയുടെ 3 വകഭേദങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ലഭിക്കും. അതായത് ഡെൽറ്റ, സീറ്റ, ആൽഫ. 2 പവർ ട്രെയിൻ ഓപ്ഷനുകളും പരമാവധി 500 കിലോമീറ്റർ ദൂരപരിധിയും ഇ വിറ്റാര വാഗ്ദാനം ചെയ്യുന്നു. ഈ ഇടത്തരം എസ്യുവി ജാപ്പനീസ് കാർ നിർമ്മാതാവിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണിത്. ഗുജറാത്തിലെ ഹൻസൽപൂർ പ്ലാന്റിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഡിസംബറിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന വേരിയന്റിന് 20 ലക്ഷം രൂപ വരെ വില വരാം. MG ZS EV, ടാറ്റ കർവ് EV, മഹീന്ദ്ര BE6, ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, കിയ കാരൻസ് ക്ലാവിസ് EV, ടൊയോട്ടയുടെ പുതിയ മോഡലുകൾ, VW സ്കോഡ, ഹോണ്ട, റെനോ നിസാൻ അലയൻസ് എന്നിവയുമായാണ് ഈ വിറ്റാര മത്സരിക്കുക. ഈ വിറ്റാരയുടെ വിജയത്തെ അടിസ്ഥാനമാക്കി ഫ്രോങ്സ്, ജിംനി, ബലേനോ, എർട്ടിഗ എന്നിവയുടെ ഇലക്ട്രിക് പതിപ്പുകൾ ഇറക്കാനും മാരുതി സുസുക്കിക്ക് പദ്ധതിയുണ്ട്.